ഹലോ ഡിയേഴ്സ്, ഗ്യാൻ ഇന്ത്യ ലേണിംഗ് അക്കാഡമി ഒരുക്കുന്ന മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ എത്രയൊക്കെ ചാപ്റ്ററുകൾ പഠിച്ചു എന്ന് പറഞ്ഞാലും പലപ്പോഴും നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ക്വസ്റ്റ്യൻസിന് കറക്റ്റായ രീതിയിൽ ആൻസർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ലേ? ഇതിനുള്ള കാരണം നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിലൂടെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവുകയും അതിനൊപ്പം തന്നെ ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോഡൽ പരിചയപ്പെടാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, ഇതാ നോക്കൂ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഹൂ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇക്കണോമിക്സ്? അല്ലേ, നിങ്ങൾ ഇന്ത്യൻ എക്കണോമിസ്റ്റുകളെ പറ്റിയിട്ടും അല്ലാണ്ട് നമ്മുടെ വേൾഡിലെ എക്കണോമിക്സിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, വളരെ സിമ്പിളായിട്ടാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്? ഇക്കണോമിക്സിൻ്റെ, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാ മക്കളെ? ആഡം സ്മിത്ത് ആണ് നമ്മുടെ എക്കണോമിക്സിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. ആരാണ്? ആഡം സ്മിത്ത്. ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയുക ആഡം സ്മിത്ത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ആരാണ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത്? ആഡം സ്മിത്ത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ഐഡന്റിഫൈ ദ റൂളർ ഓഫ് ദി ഹരിയാങ്ക ഡൈനാസ്റ്റി. അപ്പോൾ ഈ ഹരിയാങ്ക ഡൈനാസ്റ്റി എന്ന് പറയുന്നത് എന്താണ്? എവിടെയാണ് നമ്മൾ പഠിച്ചത് എന്ന് മക്കളെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. എവിടെയാണ് മക്കളെ? അതായത് നമ്മൾ മഗധയെ പറ്റി പഠിച്ചില്ലേ? അവിടെയാണ് നമ്മൾ ഹരിയാങ്ക ഡൈനാസ്റ്റിയെ പറ്റി കേട്ടത്. അതായത് മഗധയിലെ മൂന്നാമത്തെ റൂളിംഗ് ഡൈനാസ്റ്റിയാണ് എന്ത്? ഈ പറയുന്ന ഹരിയാങ്ക ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ചോദ്യം എന്താണ്? ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഹരിയാങ്ക ഡൈനാസ്റ്റിയിലുള്ള റൂളറിനെ ചൂസ് ചെയ്യാനാണ്. ഏതൊക്കെയാണ് ഓപ്ഷൻ? ബിംബിസാരൻ, ശിശുഗണൻ, കലോഷകൻ, മഹാപത്മാനന്ദൻ. ഇവർ ഇത്രയും പേരാണ് അല്ലേ? ഇതിൽ ആൻസർ എന്താണ്? ബിംബിസാരനാണ്. ആരാണ്? ബിംബിസാരൻ. ബിംബിസാരന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ പറയുന്ന ഹരിയാങ്ക ഡൈനാസ്റ്റി എന്ത് ചെയ്തത്? ഫൗണ്ടറും കൂടി ആരാണ്? നമ്മുടെ ബിംബിസാരനാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഐഡന്റിഫൈ ദ ടാക്സ് ഓൺ ലാൻഡ് മെൻഷൻഡ് ഇൻ അർത്ഥശാസ്ത്ര. അതായത് അർത്ഥശാസ്ത്ര ആരെഴുതിയ പുസ്തകമാണ്? കൗടില്യൻ എഴുതിയതാണ് അല്ലേ? ഈ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന ടാക്സ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഉദ്ഗഭാഗ, ബാലി, ഭാഗ, ശുൽക്ക. ഇതിലേതാണ് നമ്മുടെ ടാക്സ് സിസ്റ്റം? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാ മക്കളെ? ഭാഗയാണ് എന്ത്? കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ടാക്സ് സിസ്റ്റം. എന്താണ് ആൻസർ? ഭാഗ. ഭാഗ, മറന്നു പോവരുത്, ഭാഗ. അടുത്ത ചോദ്യം: ഐഡന്റിഫൈ ദ വേൾഡ് വാട്ടർഷെഡ് ഡേ. വേൾഡ് വാട്ടർഷെഡ് ഡേ എന്നാണ് മാർച്ച് 22, ഡിസംബർ 5, ജൂൺ 5, ഫെബ്രുവരി 2. ഇതിലേതാണ് വാട്ടർഷെഡ് ഡേ ആയിട്ട് വരുന്നത്? ഫെബ്രുവരി 2 ആണ്. എന്നാണ് വരുന്നത്? ഫെബ്രുവരി 2. ജൂൺ 5ന്റെ പ്രത്യേകത എന്താ? പരിസ്ഥിതി ദിനമാണ് അല്ലെ? എൻവയോൺമെന്റ് ഡേ ആണ്. അപ്പോൾ ഫെബ്രുവരി 2 എന്താണ്? വാട്ടർഷെഡ് ഡേ. എന്താ? വാട്ടർഷെഡ് ഡേ. ഓക്കെ, ക്ലിയർ ആയല്ലോ, മറന്നു പോവില്ലല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ലൈഫ് ഓഫ് ഇയർലി ഹ്യൂമൻസ് ഡു വി ഗെറ്റ് ഫ്രം ദ കേവ് പെയിന്റിങ്സ്? നമ്മൾ കേവ് പെയിന്റിങ്സിനെ കുറിച്ചൊക്കെ മെസോലിത്തിക് ഏജും നിയോലിത്തിക്കും പാലിയോലിത്തിക്കും ഒക്കെ പഠിച്ച കൂട്ടത്തിൽ നമ്മൾ എന്തിനെ പറ്റി? ഇയർലി ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കേവ് പെയിന്റിങ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്കറിയാം, പണ്ട് കാലത്ത് എന്ത് ചെയ്തിരുന്നു? ഗുഹാചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗുഹാചിത്രങ്ങളിൽ നിന്ന് അന്നത്തെ മനുഷ്യരുടെ ജീവിത രീതിയെ പറ്റിയിട്ട് ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അത്തരത്തില് കേവ് പെയിന്റിങ്സിൽ നിന്ന് നമുക്ക് അവരുടെ ഏർലി ലൈഫിനെ പറ്റി എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ് അവിടെ വരുന്നത്. ഒന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഹണ്ടിങ്ങിനെ പറ്റിയിട്ട് അല്ലേ? അതായത് അന്നത്തെ ആൾക്കാർ എന്ത് ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത്? മൃഗങ്ങളെ വേട്ടയാടിയിട്ടാണ് അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതോപാധി കണ്ടെത്തിയിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? 100 അനിമൽസിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്താണ്? 100 അനിമൽസിനെ പറ്റിയിട്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് അതിൽ ഇതാണ്, അവരുടെ റീക്രിയേഷണൽ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വരുന്ന മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഇതൊരു 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ വാട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ലൈഫ് ഓഫ് ഇയർലി ഹ്യൂമൻസ് ഡു വി ഗെറ്റ് ഫ്രം ദ കേവ് പെയിന്റിങ്സ്? കേവ് പെയിന്റിങ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അവരുടെ 100 അനിമൽസിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ. പിന്നീട് എന്താണ്? അന്നത്തെ ആ മനുഷ്യരുടെ
റീക്രിയേഷണൽ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? 100 അനിമൽസിനെ പറ്റിയിട്ട് റീക്രിയേഷണൽ ആക്ടിവിറ്റീസിന് ഇതാണ് അവിടുത്തെ എയർലി ഹ്യൂമൻ ലൈഫിനെ പറ്റി നമുക്ക് കേവ് പെയിന്റിങ്സ് നൽകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഇവിടെ മൂവേന്തൻസും അവരുടെ ക്യാപിറ്റൽസും ഉണ്ട്. നിങ്ങൾ സംഘം ലിറ്ററേച്ചറും അല്ലെങ്കിൽ എന്താണ് ഏൻഷ്യൻ തമിഴകം എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് എന്തിനെ പറ്റി പഠിച്ചിട്ടുള്ളത്? മൂവേന്തൻസിനെ പറ്റി പഠിച്ചിട്ടുള്ളത് അല്ലേ? ഇവിടെ ആരാണ്? ചേരാസ്. ചേരാസിന്റെ ക്യാപിറ്റൽ എന്താണ്? മുച്ചിരി. ഇനി പാണ്ഡ്യാസിൻ്റെത് ഇവിടെ ബ്ലാങ്ക് ഇട്ടേക്കാണ്, അത് നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ എന്താണ് മൂന്നാമത്തെ മൂവേന്തൻസിൽ വരുന്ന മൂന്നാമത്തെ ആൾക്കാരും ബ്ലാങ്ക് ആണ്. അവരുടെ ക്യാപിറ്റൽ എന്താണ്? ഉറയൂർ എന്നുള്ളതും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഫില്ല് ചെയ്താലോ? പാണ്ഡ്യാസിന്റെ ക്യാപിറ്റൽ ഏതാണ്? അപ്പോൾ ഈ പാണ്ഡ്യാസ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുണ്ടായിരുന്നവരായി. അവരുടെ ക്യാപിറ്റൽ മധുരയാണ്. എന്താണ് അവരുടെ ക്യാപിറ്റൽ? മധുരൈ. ഓക്കെ. ഇനി മൂന്നാമത്തെ ആൾ ആരാണ് മൂവേന്തൻസിൽ? ചേര, പാണ്ഡ്യ, ചോള. നമ്മളെപ്പോഴും എന്താണ് ഒരു പാട്ടൊക്കെ പാടുന്ന അതേ ഇനത്തിൽ പറയുന്നതാണ് ചേര, ചോള, പാണ്ഡ്യന്മാര് എന്ന്. അപ്പോൾ ബി എന്താണ്? ചോളാസ്. ഒന്നുകൂടെ നോക്കിയേ. ചേരാസിന്റെ ക്യാപിറ്റൽ മുച്ചിരി, പാണ്ഡ്യാസിൻ്റെത് മധുരൈ, ഇനി ചോളാസിന്റെ എന്താണ്? ഉറയൂര്. ക്ലിയർ ആണല്ലോ? മധുരൈ, ചോളയാണ് എന്ത് ചെയ്തത് നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടുള്ളത്. മറന്നു പോകരുത്. ഇത് പലപ്പോഴും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിരുന്നതാണ്. അപ്പോൾ ഇത് മറന്നു പോവാതെ പഠിക്കുക. ഇനി അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് ആർ സ്മാൾ സ്കെയിൽ മാപ്സ്? ഗിവ് ആൻ എക്സാമ്പിൾ. നിങ്ങൾ മാപ്പിനെ പറ്റി പഠിച്ച സമയത്ത് ലാർജ് സ്കെയിൽ മാപ്പ് എന്താണെന്നും സ്മോൾ സ്കെയിൽ മാപ്പ് എന്താണെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് പലപ്പോഴും കുട്ടികൾക്ക് എന്ത് ചെയ്യാറുണ്ട്? തിരിഞ്ഞു പോകാറുണ്ട് കേട്ടോ മക്കളെ. ഇപ്പോൾ നിങ്ങൾ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ആലോചിക്കുമ്പോൾ സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നതിന് സ്മോൾ ഏരിയയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ലാർജ് ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. പക്ഷെ ആ കൺഫ്യൂഷൻ വരാൻ പാടില്ല. സ്മോൾ സ്കെയിൽ മാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള ഒരു ലാർജ് ഏരിയയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്മോൾ സ്കെയിൽ മാപ്പ്. ഇങ്ങനെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. അതായത് റെപ്രസെൻറ്റിങ് ലാർജ് ഏരിയാസ് അല്ലേ? ലാർജ് ഏരിയാസിനെ ഒരു ചെറിയ മാപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു അല്ലേ? അതാണ് എന്ത്? നമ്മുടെ സ്മോൾ സ്കെയിൽ മാപ്സ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റിങ് ലാർജ് ഏരിയാസിൻ്റെ മാപ്പ്. അതാണ് നമ്മുടെ സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? നമ്മുടെ വോൾ മാപ്സ്, അതുപോലെ അറ്റ്ലസ് മാപ്സ്. അറ്റ്ലസ് ഇതൊക്കെ എന്താണ്? നമ്മുടെ എന്തിന് എക്സാമ്പിൾ ആണ്? സ്മോൾ സ്കെയിൽ മാപ്സിന്. അപ്പോൾ സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് ഏരിയയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു അല്ലേ? ഇനി എക്സാമ്പിൾസ് ആണ് വോൾ മാപ്സും അറ്റ്ലസും. ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇനി ഒരു 2-3 ABC അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനെ റിലേറ്റ് ചെയ്യുന്നതാണ്? നമ്മുടെ റോക്സിനെ റിലേറ്റ് ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. വിച്ച് ടൈപ്പ് ഓഫ് റോക്സ് ആർ നോൺ ആസ് പ്രൈമറി റോക്സ്? പ്രൈമറി റോക്സ് എന്നറിയപ്പെടുന്ന റോക്സ് ഏതാണ്? നമുക്ക് ആൻസറിലോട്ട് വരാം. അതിനു മുന്നേ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ സെഡിമെന്ററി റോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ടൈപ്പ് ഓഫ് റോക്സ് ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ കേരള? ഇതിനു മുന്നേ നിങ്ങൾ 3 ടൈപ്പ് റോക്ക് ഏതൊക്കെയാണെന്നൊന്ന് ഓർത്ത് നോക്കിയേ. 3 ടൈപ്സ് റോക്സ് ആണ്. ഇഗ്നിയസ് റോക്സ്, സെഡിമെന്ററി റോക്സ്, അതുപോലെ മെറ്റാമോർഫിക് റോക്സ്. ഇത് 3ഉമാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ 3 ടൈപ്പ് ഓഫ് റോക്സ്. എന്തൊക്കെയാണ്? ഇഗ്നിയസ് റോക്സ്, സെഡിമെന്ററി റോക്സ്, മെറ്റാമോർഫിക് റോക്സ്. 3 ടൈപ്സ് ഓഫ് റോക്സ് ഇതാണ് എന്ന് ഓർത്ത് വെച്ചോളുക. ഇതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഈ പറഞ്ഞ വിച്ച് ടൈപ്പ് ഓഫ് റോക്സ് ആർ നോൺ ആസ് പ്രൈമറി റോക്സ്? ആൻസർ എന്താ മക്കളെ? ഇഗ്നിയസ് റോക്സ് ആണ്. എന്താണ്? ഇഗ്നിയസ് റോക്സിനെയാണ് നമ്മൾ പ്രൈമറി റോക്സ് എന്നറിയപ്പെടുന്നത്. പ്രൈമറി റോക്സ് എന്നറിയപ്പെടുന്നത് എന്തിനാണ്? ഇഗ്നിയസ് റോക്സ് എന്നാണ്. ഓക്കെ, മറന്നു പോവരുത്. അപ്പോൾ
3 ടൈപ്പ് ഓഫ് റോക്സ് ഉണ്ട്. ഇഗ്നിയസ് റോക്സ്, അതുപോലെ എന്താണ് സെഡിമെന്ററി റോക്സ്, മെറ്റാമോർഫിക് റോക്സ്. അതിൽ പ്രൈമറി റോക്സ് എന്നറിയപ്പെടുന്നത് ഇഗ്നിയസ് റോക്സിനെയാണ്. അടുത്തത് നമ്മുടെ സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ആയിട്ടുള്ള സെഡിമെന്ററി റോക്സിന് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. സെഡിമെന്ററി റോക്സിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ചുണ്ണാമ്പ് കല്ല് എന്ന് പറയില്ലേ, ലൈം സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താണ്, വിച്ച് ടൈപ്പ് ഓഫ് റോക്സ് ആർ മോസ്റ്റ്ലി ഫൗണ്ടഡ് ഇൻ കേരള? കേരളത്തിൽ കാണുന്നത് ഏത് ടൈപ്പ് ഓഫ് റോക്സ് ആണ്? ആൻസർ ഇതാണ്, മെറ്റാമോർഫിക് റോക്സ് ആണ്. എന്താണ്? മെറ്റാമോർഫിക് റോക്സ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ 3 ചോദ്യത്തിന്റെയും ആൻസർ. നെക്സ്റ്റ് ചോദ്യം ഇതാണ്, വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ കൺട്രോൾ? റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ. എന്താണ് ഈ സോഷ്യൽ കൺട്രോൾ? നിങ്ങൾ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചൊരു ടേമാണ് മക്കളെ സോഷ്യൽ കൺട്രോൾ അല്ലേ. നിങ്ങൾക്കറിയാം നമുക്ക് എന്താണ് ഫോർമലായിട്ട് കുറേ കൺട്രോളിങ് സിസ്റ്റം ഉണ്ട്, പോലീസ്, കോടതി ഒക്കെ അല്ലേ. ഇത് കൂടാതെ നമുക്ക് സൊസൈറ്റി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ചില കൺട്രോളുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളടുത്ത് പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം എന്നൊക്കെ. ഇത് എന്താണ് ഫോർമലി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൺട്രോളാണോ? അല്ലേ, നമ്മുടെ വീട്ടിൽ നിന്ന് പറയും എന്താണ് അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് പിന്നത്തെ കാര്യം. ചിലപ്പം പറയാറുണ്ട് എന്താണ് പെൺകുട്ടികൾ ഇങ്ങനെ വേണം, ആൺകുട്ടികൾ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ വസ്ത്രം ധരിക്കണം, ഇങ്ങനെ സംസാരിക്കാവുള്ളൂ. ഇതൊക്കെ എന്താണ് സോഷ്യൽ കൺട്രോളിങ്ങിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മൾ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള സൊസൈറ്റി തന്നെ നമ്മളിൽ ഇമ്പോസ് ചെയ്യുന്ന ചില എന്താണ് കൺട്രോളിങ് സിസ്റ്റം ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോഷ്യൽ കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണെന്ന് മനസ്സിലായല്ലോ. സൊസൈറ്റി നമ്മളിൽ എന്ത് ചെയ്യുന്ന എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്സ് നമ്മളിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യുന്ന സെർട്ടൈൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോഷ്യൽ കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? അവിടെ എന്തുണ്ടാവും? എന്താണ് റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള റൂൾസ് ആണോ? അല്ലാണ്ട് നമുക്ക് ഈ പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാവും അല്ലേ. അൺറിട്ടൺ ലോസ് ആയിരിക്കും സോഷ്യൽ കൺട്രോളിൽ ഉണ്ടായിരിക്കുന്നത്. സം അൺറിട്ടൺ ലോസ്. അതുപോലെ എന്താണ് ഈ സോഷ്യൽ കൺട്രോൾ വരുമ്പോഴത്തേക്ക് മറ്റൊന്ന് എന്ന് പറയുന്നത് ഫോർമൽ സോഷ്യൽ കൺട്രോളിങ്ങിന് എന്തുണ്ട്? പോലീസുണ്ട്, കോർട്ടുണ്ട്, ബാക്കി സംവിധാനങ്ങളുണ്ട്. അല്ലാതെ ഉള്ളതിനാണെങ്കിൽ എന്താണ് പറയുന്ന സൊസൈറ്റി തന്നെ അവരുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിലായിരിക്കും ഇമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ കൺട്രോൾ എന്താണെന്ന് അതിൻ്റെ ഫീച്ചേഴ്സും എഴുതുക. എന്താണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർട്ടൻ അൺറിട്ടൺ ലോസ് ഉണ്ടായിരിക്കും. അത് സൊസൈറ്റി ആ സോഷ്യൽ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൽ ഇമ്പോസ് ചെയ്യുന്നതായിരിക്കും. 2 എന്ന് പറയുന്നത് ഫോർമൽ സോഷ്യൽ കൺട്രോളിങ് പോലീസ്, കോർട്ട്, മറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ കൺട്രോളിങ്ങിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ സോഷ്യൽ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സോഷ്യൽ ഗ്രൂപ്പ്സിൽ മെമ്പേഴ്സ് അത് അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റും കിട്ടാറുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഹൗ ഡസ് ഗ്ലോബൽ വാർമിംഗ് ബിക്കം എ ത്രെറ്റ് ടു ദി ലൈഫ് ഫോംസ്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ക്രമാതീതമായിട്ട് ഉയരുന്ന അവസ്ഥ അല്ലേ. ഇൻക്രീസിങ് ടെമ്പറേച്ചർ ആണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കാരണം. ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫ് ഫോംസിന് ത്രെറ്റ് ആവുന്നത്? ഒന്നാമത് എന്താണ്? സീ ലെവൽ, റൈസസ് ഇൻ സീ ലെവൽ. ഈ പറയുന്ന പോളാർ റീജിയനിലൊക്കെ എന്താണ്? പോളാർ ഐസ്, മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് കാരണം എന്ത് ചെയ്യുന്നു? സീ ലെവല് ഉയരുന്നു. ഇതെന്തിന് കാരണമാവുന്നു? ആ പറയുന്ന സീയിൽ ജീവിക്കുന്ന ഈ പറയുന്ന ഓർഗാനിസംസിന് ത്രെറ്റായിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് കോസ്റ്റൽ ലൈഫ് എക്കോസിസ്റ്റത്തിന് ത്രെറ്റ് ആവുന്നു. ഞാനിങ്ങനെ പോയിന്റ്സ് ആണ് എഴുതുന്നത്. ഒന്നെന്ന് പറയുന്നത് റൈസസ് ഇൻ സീ ലെവൽ, എന്താണ് പോളാർ റീജിയനിൽ പോളാർ ഐസ് മെൽറ്റ് ചെയ്തിട്ടാണ് ഇത് പ്രശ്നമാവുന്നത്. അതുപോലെ കോസ്റ്റൽ ലൈഫ് എക്കോസിസ്റ്റത്തിന് ത്രെറ്റ് ഉണ്ടാവുന്നു. നമ്മുടെ എന്താണ് ഇക്കോസിസ്റ്റം ഹാബിറ്റാറ്റിനെ നശിപ്പിക്കുന്നു. എക്കോസിസ്റ്റം ഹാബിറ്റാറ്റ് ഡിക്ലൈൻ ചെയ്യാനായിട്ട് കാരണമാവുന്നു.
റെയർ സ്പീഷ്യസിൽ എന്തൊക്കെയാണ് ഈ പറയുന്ന പ്ലാന്റ്സ് അതുപോലെ തന്നെ പ്ലാന്റ്സ് ആയാലും ഓർഗാനിസംസ് ആയാലും ഇതിനൊക്കെ ത്രെട്ടൻ ആവുന്നു, ഭീഷണിയാവുന്നു. അപ്പോൾ എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന അവസ്ഥയാണ്. അത് കാരണം എന്ത് ചെയ്യുന്നു, പോളാർ റീജിയനിലെ ഐസ് മെൽറ്റായി സീ ലെവൽ റൈസ് ആവുന്നു. അതുവഴി അവിടുത്തെ ഹാബിറ്റാറ്റിന് പ്രശ്നം ഉണ്ടാവുന്നു. കോസ്റ്റൽ ലൈഫ് എക്കോസിസ്റ്റത്തിന് ത്രെട്ടനിങ് ആണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എക്കോസിസ്റ്റം ഹാബിറ്റാറ്റിൻ്റെ ഒരു ഡിക്ലൈൻ അല്ലെങ്കിൽ അതിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. അടുത്തത് നമ്മുടെ പ്ലാന്റ്സിലെയും ഓർഗാനിസത്തിലെയൊക്കെ റെയർ സ്പീഷ്യസിന് ഇത് ത്രെട്ടനിങ് ആവുന്നു. ക്ലിയർ ആണല്ലോ അല്ലേ? ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് വളരെ എന്താണ് ജനറൽ ആയിട്ട് എഴുതാൻ പറ്റും. എന്നാലും നിങ്ങൾ ആ പോയിന്റ് എഴുതിയാലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് കിട്ടുക. ഇനി മെൻഷൻ ദ ജിയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കേരള വിച്ച് മേ കോസ് ദ ഫ്ലഡ് ടു ബിക്കം എ നാച്ചുറൽ ഡിസാസ്റ്റർ. അപ്പോൾ ചോദ്യം ഇതാണ്, ഇത് വളരെ ജനറൽ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് കറണ്ട് ആയിട്ടുള്ള ഇവൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഫ്ലഡ് വന്നു അല്ലേ, 2018 ആദ്യത്തെ ഫ്ലഡ് വന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഫ്ലഡിന് കാരണമാവാൻ നമ്മുടെ കേരളത്തിൻ്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സും ഒരു പ്രശ്നമാണോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ആ ഒരു ജിയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ജിയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ? ഒന്നാമത്തേത്, കേരളത്തെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? കേരളത്തെ എന്താണ് ഹൈലാൻഡ്, നമ്മൾ മലയാളത്തിൽ മലനാട് എന്ന് പറയും. അതുപോലെ മിഡ്ലാൻഡ്, ഇടനാട് മലയാളത്തിൽ പറയും. അതുപോലെ എന്താണ് ഇനി താഴെ വന്നിട്ട് എന്തുണ്ട്, ലോലാൻഡ്, തീരപ്രദേശം ഉണ്ട് അല്ലേ. ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ്, ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, കേരള ഈസ് ഡിവൈഡഡ് ഇൻടു ഹൈലാൻഡ്, മിഡ്ലാൻഡ് ആൻഡ് ലോലാൻഡ്. ഇനി രണ്ടാമത് എന്ന് പറയുമ്പോൾ മറ്റൊരു ഫീച്ചർ ഇതാണ്, എന്താണ് കേരളത്തിൽ എത്ര നദികളാണ്? 44 റിവേഴ്സ് ഉണ്ട്. 44 റിവേഴ്സ് ഉണ്ട്, അതും ഒരു കാരണമാണ് അല്ലേ. പിന്നീട് മൂന്നാമത് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭൂപ്രകൃതി ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നതാണ്. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം എന്തിന് കാരണമാവുന്നു? ഒരു പരിധി വരെ നമ്മുടെ ഫ്ലഡിന് കാരണമാവുന്ന കേരളത്തിൻ്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇത് 3 പോയിന്റും മെയിനായിട്ട് എഴുതുക. എന്താണ്, കേരള ഈസ് ഡിവൈഡഡ് ഇൻടു ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ്, അതുപോലെ 44 റിവേഴ്സ് ഉണ്ട്. ഇത് എത്രയും എഴുതുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി ആസ് എ സോഷ്യൽ ഗ്രൂപ്പ്. നിങ്ങൾ സോഷ്യൽ ഗ്രൂപ്പിൽ പ്രൈമറി ഗ്രൂപ്പ്സ്, സെക്കൻഡറി ഗ്രൂപ്പ്സും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി ആസ് എ സോഷ്യൽ ഗ്രൂപ്പ് എങ്ങനെയൊക്കെയാണ്? ഇത് വളരെ ഡയറക്റ്റ് ആയിട്ട് ജനറൽ ആയിട്ട് ആർക്ക് വേണമെങ്കിലും എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്നാലും എഴുതിക്കോളുക. ഫാമിലി എന്ന് പറയുന്ന സോഷ്യൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു മെമ്പേഴ്സ് തമ്മിൽ എന്തുണ്ടാവും? ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാവും അല്ലെ, ഒരു ഇൻറ്റിമസി ഉണ്ടാവും. ഇൻറ്റിമസി എമംഗ് മെമ്പേഴ്സ്, ദേ നോ ഈച്ച് അതർ, അവർക്ക് പരസ്പരം അറിയായിരിക്കും. ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി അല്ലേ, ഒരാളുടെ പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നു. ക്രിയേറ്റ് എ സിവിക് കോൺഷ്യസ്നെസ് അല്ലേ, നമ്മുടെ ഉള്ളിൽ ഒരു പൗരബോധമൊക്കെ സൃഷ്ടിക്കാൻ ആർക്ക് കഴിയും? ഫാമിലിക്ക് സഹായകമാവും അല്ലേ. ഇതെല്ലാം എന്താണ്? ഫാമിലി എന്ന് പറയുന്ന സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഫീച്ചേഴ്സ് ആണ്. എന്തൊക്കെയാണ്? ഇൻറ്റിമസി എമംഗ് ദ മെമ്പേഴ്സ് അല്ലേ, അവരുടെ ഇടയിൽ ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാവും. ദേ നോ ഈച്ച് അതർ. അതുപോലെ എന്താണ്? പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു, പേഴ്സണാലിറ്റിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു. അതുപോലെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു സിവിക് കോൺഷ്യസ്നെസ് സൃഷ്ടിക്കാൻ എന്തിന് കഴിയുന്നുണ്ട്? ഫാമിലിക്ക് കഴിയുന്നുണ്ട്. അതുപോലെ ഇതെന്താണ്? ഒരു പ്രൈമറി ഗ്രൂപ്പാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഇത്രയും ഫീച്ചേഴ്സ് ചേരുന്നതാണ് ഫാമിലി എന്ന് പറയുന്ന സോഷ്യൽ ഗ്രൂപ്പ്. ക്ലിയർ ആണല്ലോ മക്കളെ? അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഹെൽപ്ഫുൾ ഇൻ കളക്ടിങ് ആൻഡ് സ്റ്റോറിങ് ദ സർഫസ് റൺ ഓഫ്. എന്നാണ് ഈ പറയുന്നത് പോലെ നമ്മുടെ വെള്ളം പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? മഴ പെയ്യുന്ന വെള്ളമൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇപ്പം ഭൂമിക്ക് അടിയിലോട്ടൊന്നും പോകുന്നില്ല, പകരം എന്താണ് പെട്ടെന്ന് ഒലിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം? അതിന് എന്താണ് നമ്മൾ പല രീതിയിൽ എഴുതാറുണ്ട്. എന്നാലും നമ്മുടെ ഏറ്റവും അതിൽ വരേണ്ട ഇമ്പോർട്ടൻ്റ് ആൻസേഴ്സാണ് മൾച്ചിങ്, അതുപോലെ ടെറസിങ്,
പിന്നീട് എന്താണ് ഈ പറയുന്ന പോലെ നമ്മൾ വേലി കെട്ടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ റബ്ബറിൻ്റെയൊക്കെ എന്താണ് തോട്ടങ്ങളിൽ ഇങ്ങനെ തട്ടുകളായിട്ട് തിരിക്കാറുണ്ട്. ഇതൊക്കെ എന്താണ് കുത്തനെ വെള്ളം പെട്ടെന്ന് ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന മാർഗങ്ങളാണ്. പിന്നീട് വേറെ എന്തൊക്കെയുണ്ട്, മഴക്കുഴികളൊക്കെ നമ്മൾ എടുക്കാറുണ്ട് അല്ലേ, അതുപോലെ മൾച്ചിങ്, ടെറസിങ്, ഈ പറഞ്ഞ പോലെ നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഴികൾ എടുക്കാറുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ്, സർഫസ് റൺ ഓഫ് തടയുന്നതിൻ്റെ ഭാഗമാണ്. എന്താണ്, സർഫസ് റൺ ഓഫ് തടയുന്നതിൻ്റെ ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ഗ്രീൻ റവല്യൂഷൻ? മെൻഷൻ ദ അച്ചീവ്മെന്റ്സ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടർ ആസ് എ റിസൾട്ട് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ എന്താണ്? ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ സിസ്റ്റത്തിൽ ഉണ്ടായത്? മക്കളെ, ശരിക്കും എന്താ ഈ ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്? അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും നമ്മുടെ 5 year പ്ലാൻസ് കഴിഞ്ഞതിന് ശേഷവും എന്താണ് വലിയ രീതിയിലൊന്നും നമ്മൾ സെൽഫ് സഫിഷ്യൻസി അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് 1961 കാലഘട്ടത്തിൽ എന്താണ് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ഒരു ജമ്പ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ, കുതിച്ചുചാട്ടം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു സാധനമാണ് ഗ്രീൻ റവല്യൂഷൻ. ഇവിടെ എന്താണ്, ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്, അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് 1961 ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. എന്ത് ഔട്ട്പുട്ട്? അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട്. എങ്ങനെയാണ്? ഹ്യൂജ് ഇൻക്രീസ് ആണ് അല്ലേ, ഭയങ്കരമായ ഇൻക്രീസ് ആണ്, ഹ്യൂജ് ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട്. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള എന്താണ് അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്നാമത്തെ ഇത് തന്നെയാണ്, അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിൽ വലിയ ഇൻക്രീസ് ഉണ്ടായി. അടുത്തത് എന്താണ്, സെൽഫ് സഫിഷ്യൻസി അറ്റൈൻ ചെയ്തു. എന്താണ്, സെൽഫ് സഫിഷ്യൻസി അറ്റൈൻ ചെയ്തു. ലാർജ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് റൈസ് ആൻഡ് വീറ്റ്. എന്താണ്, റൈസിൻ്റെയും വീറ്റിൻ്റെയും പ്രൊഡക്ഷനിൽ വലിയ ഇൻക്രീസ് ഉണ്ടായി. റൈസ് ആൻഡ് വീറ്റ്, പ്രൊഡക്ഷൻ ഓഫ് റൈസ് ആൻഡ് വീറ്റ്, സെൽഫ് സഫിഷ്യൻസി ഉണ്ടായി. അതുപോലെ എന്താണ്, അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിൽ മാറ്റം ഉണ്ടായി. റൈസിൻ്റെയും വീറ്റിൻ്റെയും ഒക്കെ പ്രൊഡക്ഷനിൽ എസ്പെഷ്യലി മാറ്റം ഉണ്ടായി. അതുപോലെ എന്താണ്, യൂസ് ഓഫ് ഹൈ ഈൽഡിങ് വെറൈറ്റി ഓഫ് സീഡ്സ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ് വർദ്ധിച്ചു. ഇതൊക്കെ എന്താണ്, ഈ പറഞ്ഞ ഇറിഗേഷൻ ഫെസിലിറ്റീസ് വർദ്ധിച്ചു. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ മാറ്റങ്ങളാണ്. അടുത്തത് ഇതാ നോക്കൂ, കോളം എയും ബിയും തമ്മിൽ എന്ത് ചെയ്യാനാണ്, മാച്ച് ചെയ്യാനാണ്. നോക്കിയേ, നാച്ചുറൽ സിങ്ക്സ് ഓഫ് സർഫസ് വാട്ടർ. ഇത് എൻ്റെ ഭാഗമായിട്ട് ബിയിൽ ഏതാണ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത്? വെറ്റ്ലാൻഡ്സ് ആണ്. ദ സർഫസ് ഓഫ് ദ വാട്ടർ, റിച്ച് പാർട്ട് ബിനീത്ത് ദ ഗ്രൗണ്ടിന് തൊട്ട് താഴെ ആയിട്ടുള്ള എന്താണ് സർഫസ് ആണ് പറയുന്നത്. സർഫസ് ഓഫ് ദ വാട്ടർ, റിച്ച് പാർട്ട് ബിനീത്ത് ദ ഗ്രൗണ്ടിന് തൊട്ട് താഴെയുള്ള അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വാട്ടർ ടേബിൾ. അതുപോലെ ദ വാട്ടർ സ്റ്റോർഡ് ബിനീത്ത് ദ ഗ്രൗണ്ടിനടിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടറിനെ നമ്മൾ എന്താ വിളിക്കുക? അണ്ടർഗ്രൗണ്ട് വാട്ടർ. ഷാലോ ട്യൂബ് വെൽസ് ഡഗ് ഇൻ സാൻഡി റീജിയൻസ്. എന്താണ്? ഫിൽറ്റർ പോയിന്റ് വെൽസ്. നാച്ചുറൽ സിങ്ക്സ് ഓഫ് സർഫസ് വാട്ടർ എന്താണ്? വെറ്റ്ലാൻഡ്സ്. ദ സർഫസ് ഓഫ് ദ വാട്ടർ റിച്ച് പാർട്ട് ബിനീത്ത് ദ ഗ്രൗണ്ട് എന്താണ്? വാട്ടർ ടേബിൾ. ദ വാട്ടർ സ്റ്റോർഡ് ബിനീത്ത് ദ ഗ്രൗണ്ട് എന്താ? അണ്ടർഗ്രൗണ്ട് വാട്ടർ. ഷാലോ ട്യൂബ് വെൽസ് ഡഗ് ഇൻ സാൻഡി റീജിയൻസ് എന്താ മക്കളെ? ഫിൽറ്റർ പോയിന്റ് wells. Next question, give an account of the impact of the flood that occurred in Kerala during 2018. 2018 കേരളത്തിലുണ്ടായ ഫ്ലഡിന്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. ദ ആൻസർ ഇതാണ്, ടു മാനേജ് ദ എക്സസ് വാട്ടർ ഇൻ ദ റിസർവോയേഴ്സ് 37 dams were opened. എന്ത് ചെയ്തു? ഈ പറയുന്ന എക്സസ് വാട്ടറിനെ സ്റ്റോർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് ഏകദേശം 37 ഡാമുകൾ ഓപ്പൺ ചെയ്തു. അതുപോലെ ഇറ്റ് ടുക്ക് അവേ ഹൺഡ്രഡ്സ് ഓഫ് ലൈഫ്സ്. എന്ത് ചെയ്തു? ഒരുപാട് നൂറുകണക്കിന് ആൾക്കാരുടെ ജീവൻ എടുത്തതാണ് ഈ പറയുന്ന ഫ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് കോസ്ഡ് കൺസിഡറബിൾ ഫ്ലഡിങ് ഇൻ 30 ഔട്ട് ഓഫ് ദ 40 ഡിസ്ട്രിക്ട്സ്.
ഏകദേശം 14 ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ 13 ജില്ലകളോളം, തിരുവനന്തപുരം കൊല്ലം ഒന്നുമാണ് വലിയ രീതിയിൽ ബാധിക്കാത്തത്. ബാക്കി ജില്ലകളൊക്കെ എന്ത് ചെയ്തു, വലിയ രീതിയിൽ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഇറ്റ് ഹാഡ് ഇറ്റ്സ് ഡിവാസ്റ്റേറ്റീവ് ഇഫക്റ്റ് ഓൺ ഓൾ ദ സെക്ടേഴ്സ്. നമ്മുടെ പ്രൈമറി സെക്ടറിലായാലും സെക്കൻഡറി സെക്ടറിൽ, അതായത് ഇൻഡസ്ട്രിയിലും അഗ്രികൾച്ചറിലും ഒക്കെ എന്താണ് വലിയ രീതിയിലുള്ള ദോഷങ്ങൾ സൃഷ്ടിക്കാൻ എന്ത് കാരണമായി, ഫ്ലഡ് കാരണമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഭയങ്കര ഡയറക്റ്റായിട്ട് ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ പോയിന്റ് ഒന്നും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഫ്ലഡിനെ പറ്റി. ദ ലാൻഡ് എൻവയോൺമെന്റ് ആസ് വെൽ ആസ് ദ ലൈഫ് ഫോംസ് ഇൻക്ലൂഡിംഗ് മാൻ വെയർ സബ്ജക്റ്റഡ് ടു ഫ്ലഡ്. ഫ്ലഡ് ബാധിച്ചത് ആരെയാണ്? മനുഷ്യരെ മാത്രമാണോ? അല്ല, എൻവയോൺമെന്റിനെ, പക്ഷികളെ, മൃഗങ്ങളെ എല്ലാവരെയും ബാധിച്ചു. ദ അഗ്രികൾച്ചർ സെക്ടർ വാസ് ഹോളി അഫക്റ്റഡ് ബൈ ദ ഫ്ലഡ്സ്. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് എന്തായിരുന്നു? നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനെ ആയിരുന്നു. അഗ്രികൾച്ചർ സെക്ടർ മുഴുവനായിട്ടും തകർന്നു. അടുത്തത് റൈറ്റ് ദ എയിംസ് ഓഫ് നീതി ആയോഗ്. ഇത് പഠിച്ചാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇത് കറക്റ്റായിട്ട് ആ പോയിന്റ്സ് പഠിക്കുക. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ടു ബ്രിങ് ഡൗൺ ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ. എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടറിലും സർവീസ് സെക്ടറിലും എന്തിൻ്റെ പാർട്ടിസിപ്പേഷൻ? ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തെ എയിം. രണ്ടാമത്, to utilize the services of the dominant middle class for sustainable economic growth. എന്ത് ചെയ്യുക? മിഡിൽ ക്ലാസ്, ഏറ്റവും നമ്മുടെ എക്കോണമിയിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഈ മിഡിൽ ക്ലാസിൻ്റെ സർവീസ് എന്തിനു വേണ്ടിയിട്ട്? ഇക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ടു യൂട്ടിലൈസ് ദ സർവീസസ് ഓഫ് ദ ഡോമിനൻറ്റ് മിഡിൽ ക്ലാസ് ഫോർ വാട്ട്? സസ്റ്റൈനബിൾ ഇക്കണോമിക് ഗ്രോത്ത്, അല്ലേ? നെക്സ്റ്റ്, ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ബൈ പ്രാക്ടീസിങ് മിക്സഡ് ഫാമിങ്. മിക്സഡ് ഫാമിങ് വഴി അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക. ടു മേക്ക് യൂസ് ഓഫ് ദ സർവീസസ് ഓഫ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ഫോർ ഇക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ ഗ്രോത്ത്. നമ്മുടെ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിലെ, അതായത് അബ്രോഡൊക്കെ താമസിക്കുന്ന നമ്മുടെ ഇന്ത്യക്കാർ, അവരുടെ സർവീസ്, അവരുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിന്, ടെക്നോളജിക്കൽ ഗ്രോത്തിന് ഉപയോഗിക്കുക. to convert the cities into secure living centers using modern technology. മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മുടെ സെൻറ്റേഴ്സ്, അതായത് എന്താണ്, നമ്മുടെ സിറ്റീസിനെ എന്താക്കി മാറ്റുക? സെക്യൂർ ലിവിങ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സിറ്റികളാക്കി മാറ്റുക. ടു എക്വിപ്പ് ദ നേഷൻ ടു ഫേസ് ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് മാർക്കറ്റ് ഫോഴ്സസ്. നമ്മുടെ എക്കോണമിയെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ എന്താണ് ഗ്ലോബൽ വേണ്ടിയിട്ട് എക്വിപ്പ് ആക്കുക, എന്താണ് അവരെ തയ്യാറെടുപ്പിക്കുക. അതുപോലെ എന്താണ് നമുക്ക് മാർക്കറ്റിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് എന്ത് നീതി ആയോഗിൻ്റെ എയിംസിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും നമ്മൾ എന്താണ് കറക്റ്റായിട്ട് എഴുതാൻ പറ്റൂ. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രോപ്പോസ്ഫിയർ. എന്നാണ് നമ്മുടെ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിൽ പഠിച്ചിട്ടുണ്ട്, സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറും ഒക്കെ, അല്ലേ? അതിൽ ട്രോപ്പോസ്ഫിയറിനെ മാത്രമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാ ലെയേഴ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഇതുപോലെ പഠിക്കുക. ഓക്കെ, ഒരു ഗ്രാഫൊക്കെ ഓർമ്മയിലെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, തെർമോസ്ഫിയർ ഇങ്ങനെ പോയിട്ടുണ്ട്, അല്ലേ? അത് കൃത്യമായിട്ട് ആ പോർഷനിലെ എല്ലാ ലെയേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുക, വിട്ടു പോകരുത്. ഇവിടെ ഒരു ലെയറിൻ്റെതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. This layer extends up to 90 kilometers from the surface of the earth and lies close to the earth. എർത്തിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്നതാണ്. ഏകദേശം 90 കിലോമീറ്റർ ആണ് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഈ ലെയർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ചോദ്യം വരാം, ഒരു മാർക്കിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് എർത്തിൻ്റെ ക്ലോസ് ടു ദ എർത്ത് ഉള്ള ലെയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ദ ഹൈറ്റ് ഓഫ് ദ ട്രോപ്പോസ്ഫിയർ ഈസ് മോർ ഇൻ ദ ഇക്വിറ്റോറിയൽ റീജിയൻസ് ബിക്കോസ് ഓഫ് സ്ട്രോങ് കൺവെക്ഷൻ ഹിയർ. ഇവിടെ ഇക്വിറ്റോറിയൽ റീജിയനിൽ ട്രോപ്പോസ്ഫിയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൂടുതലാണ്. ഏകദേശം 18 കിലോമീറ്റർ ആണ്. കാരണം കൺവെക്ഷൻ കാരണം. ഓൾമോസ്റ്റ് ഓൾ ദ വെതർ ആൻഡ് ക്ലൈമാറ്റിക് ഫിനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോർമേഷൻ. ഇതും ഒരു മാർക്കിനും ചോദിക്കാം, അല്ലേ? റെയിൻ, സ്നോ, വിൻഡ്, തണ്ടർ ആൻഡ് ലൈറ്റനിങ് ടേക്ക് പ്ലേസ് ഇൻ ദിസ് ലെയർ. ഈ പറഞ്ഞതുപോലെ മഴ, മഞ്ഞ്, മേഘങ്ങൾ, അതുപോലെ എന്താണ് നമ്മുടെ കാറ്റ്, തണ്ടർ, ഇങ്ങനെയുള്ള എല്ലാ എന്താണ് പ്രതിഭാസങ്ങളും നടക്കുന്ന ലെയർ എന്ന് പറയുന്നത് എന്താണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഇവിടെയൊക്കെ നമ്മൾ 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെങ്കിൽ പോലും ഇവിടെ കുറേ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചോദ്യം വരാം, ക്ലൗഡ് ഫോർമേഷൻ ഒക്കെ ഉള്ള ലെയർ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അതുപോലെ ഇൻ ദ ട്രോപ്പോസ്ഫിയർ ദ ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് എ യൂണിഫോം റേറ്റ് ഓഫ് 1 degree Celsius for every 165 meters of altitude. This is called normal lapse rate. ഈ നോർമൽ
ലാപ്സ് റേറ്റ് എന്താണ് എന്ന് വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. അതായത് എന്താണ്, നമ്മുടെ ഈ ട്രോപ്പോസ്ഫിയറിൽ എന്ത് പറ്റും, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും, ചൂട് കുറയും. എങ്ങനെ കുറയും? അറ്റ് യൂണിഫോം റേറ്റ്, ഒരു യൂണിഫോം റേറ്റിൽ. എങ്ങനെയാണ്? 1 ഡിഗ്രി സെൽഷ്യസ് ഫോർ എവരി 165 മീറ്റർ. ഓരോ 165 മീറ്റർ കഴിയുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ 165 മീറ്റർ ഓരോന്ന് കഴിയുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് ചൂട് കുറയില്ലേ? ഈ ഒരു ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നോർമൽ ലാപ്സ് റേറ്റ്. എന്താണ്? പഠിച്ചോളാം മക്കളെ, നോർമൽ ലാപ്സ് റേറ്റ്. The zone of transition above the troposphere is called tropopause. എന്താണ്? സോൺ ഓഫ് ട്രാൻസിഷൻ എബോവ് ദ ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ തിരിക്കുന്ന ആ ഒരു ബൗണ്ടറിക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ട്രോപ്പോപാസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ ഒരു ഗ്രാഫിൽ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി അറിയാം. ട്രോപ്പോപാസും മിസോപാസും സ്ട്രാറ്റോപാസും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, ട്രോപ്പോസ്ഫിയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ്, ഏകദേശം 17 ക്വസ്റ്റ്യനോളം ഡിസ്കസ് ചെയ്തു. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലാണ്ടുള്ള നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മിക്ക ചാപ്റ്ററുകളിലെയും എന്താണ് ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിപ്പിച്ച സമയത്ത് ഓരോ ക്വസ്റ്റ്യനും എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ചോദ്യവുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ ട്രോപ്പോസ്ഫിയർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ട്രോപ്പോസ്ഫിയർ മാത്രമല്ല ബാക്കി എല്ലാ ലെയേഴ്സും പഠിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഏരിയാസ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക മക്കളെ. അതുപോലെ ഈ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും പഠിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് എക്സാംസ് വളരെ നന്നായിട്ട് എഴുതുക. മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്